BJP കേവലമായിട്ടുള്ള രാഷ്ട്രീയവും ഇത്തരത്തിലുള്ള വിവാദങ്ങളുമല്ല തിരുവനന്തപുരത്തും കേരളത്തിലും പറയുന്നത്. BJP പറയുന്നത് വികസിത അനന്തപുരിയെക്കുറിച്ചാണ്, വികസിത കേരളത്തെക്കുറിച്ചാണ്. അങ്ങനെ BJP വികസിത അനന്തപുരിയെക്കുറിച്ച് പറയുമ്പോൾ, വികസിത തൃശ്ശൂരിനെക്കുറിച്ച് പറയുമ്പോൾ, വികസിത കേരളത്തിനെക്കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പിടിപ്പുകേടിൻ്റെ ഫലമായിട്ട് ദുരന്തമനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസിത കേരളത്തിനോടൊപ്പം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനു പോലും അതീതമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ദഹിക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക, ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി തന്നെ BJPക്ക് തിരുവനന്തപുരത്ത് മേൽക്കൈ ലഭിച്ചു. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാധാരണ പ്രവർത്തകർ, പൊതുരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ബഹുമുഖ പ്രതിഭകൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തിരുവനന്തപുരത്ത് ഇന്നേ വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് BJP പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അനന്തപുരി BJPയെ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീതി ഉയർന്നു വന്നു കഴിഞ്ഞു. അതിൽ നിന്നുള്ള അങ്കലാപ്പാണ് കെ മുരളീധരനും അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടിയുമൊക്കെ BJPക്കെതിരെ കെട്ടുകഥകൾ ഉണ്ടാക്കാനും അധിക്ഷേപ വാക്കുകൾ ചൊരിയാനും കാരണമാകുന്നത്. അതിൽ നിന്നുള്ള വിഭ്രാന്തിയാണ് എന്ന് പറയാൻ BJP ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ കെ മുരളീധരൻ വളരെ നികൃഷ്ടമായ ഭാഷയിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. കെ മുരളീധരനോട് ഞാൻ പറയുന്നു, കെ മുരളീധരനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായിട്ടുള്ള ഇവിടെ ഒരു വാർഡിൽ ജയിക്കാൻ വേണ്ടി വാർഡിൽ മത്സരിച്ച് ദയനീയമായ തോൽവിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു യുവ നേതാവുമുണ്ട്. ഈ രണ്ട് നേതാക്കന്മാരോടും BJP പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തിയല്ല. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് കിങ്ങിണിക്കുട്ടനായിട്ടല്ല. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് എന്ന പ്രശസ്തിയോടുകൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് 18 വർഷം ഇന്ത്യയുടെ രാജ്യസഭയിൽ സ്തുത്യർഹമായിട്ടുള്ള നിലയിൽ ഒരു ഉത്തമനായിട്ടുള്ള പാർലമെന്റേറിയൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് ഖ്യാതി നേടിയ ശേഷമാണ്. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് 4 വർഷത്തോളം നരേന്ദ്രമോദി സർക്കാരിൽ അഭിമാനകരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടാണ്. അങ്ങനെ വന്ന രാജീവ് ചന്ദ്രശേഖരുമായിട്ട് തുലനം ചെയ്യാൻ കെ മുരളീധരൻ ആയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കാൻ കെ മുരളീധരൻ ഇനി ഒരു 5 ജന്മം ജനിക്കേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ വളർന്നു വന്ന ആളല്ല, കിങ്ങിണിക്കുട്ടനുമായിട്ടല്ല കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെയും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിയെയും ഓർമ്മിപ്പിക്കുവാൻ BJP ആഗ്രഹിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നതിൻ്റെ ഗുണമെന്താണ്? BJPയുടെ പ്രവർത്തകർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്താണ്? BJP കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്ന് കെ മുരളീധരനും ശിവൻകുട്ടിക്കും അറിയാൻ ഇനി ഒരു 30 ദിവസം കൂടി കാത്തിരുന്നാൽ മതി. ഒരു 30 ദിവസം കൂടി കാത്തിരുന്നാൽ മതി. ഈ കേരള രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കുന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള സാവകാശം മാത്രം കെ മുരളീധരനും ശിവൻകുട്ടിയും മന്ത്രി ശിവൻകുട്ടിയും കാണിച്ചാൽ മതി എന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇവിടെ മരണപ്പെട്ടവരുടെ ശവശരീരം വച്ചിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ശ്രീ കെ മുരളീധരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA ഇന്ന് പ്രതിക്കൂട്ടിലാണ്. ഏത് കേസിലാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്ന മിസ്റ്റർ മുരളീധരൻ? നിങ്ങളുടെ IC ബാലകൃഷ്ണൻ MLA ഏത് കേസിലാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത്? MN വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലെ DCC ട്രഷറർ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള 38-കാരൻ ജിജേഷും ആ ജിജേഷിൻ്റെ ഭാര്യയും 3 പേരാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ MN വിജയൻ അതോടൊപ്പം തന്നെ ജിജേഷും ആത്മഹത്യ ചെയ്ത് വിഷം കഴിച്ചു മരിച്ചു. ഇതിന് ഉത്തരവാദി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരല്ലേ?
സാമ്പത്തിക തട്ടിപ്പും അപഹരണവും അവരെ അപമാനിക്കാനും ശ്രമിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ DCC ട്രഷറർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്തത്? ഇതിനെക്കുറിച്ച് കെ മുരളീധരൻ എന്താ പറയാനുള്ളത്? ഈ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുക. കെ മുരളീധരൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?